അത് പിന്നെ ഒട്ടും വിചാരിക്കാതെ മോളെ മുന്നിൽ കണ്ടപ്പോ അതാ, വേറൊന്നുമില്ല മോളെ. ഞാനിവിടെ വന്നപ്പോ നിഖിലും ഇല്ല, ആന്റിയും ഇല്ല, അമ്മയും ഇല്ല. ആദ്യം അമ്മയൊന്ന് ഫോൺ ചെയ്തു. അപ്പോഴാ ചാവി ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞത്, ചെടിച്ചട്ടിയുടെ അടിയിൽ. ആന്റി എവിടെ പോയതാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോ ഇപ്പൊ ആന്റി സ്ഥിരമായിട്ട് ഏതോ അമ്പലത്തിൽ പോയി ഭജനയിരിപ്പാണെന്നാണ് അമ്മ പറഞ്ഞത്. ആന്റി ഭജനത്തിന് പോയതായിരിക്കുമല്ലേ? അതെ, ഗൗതമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആന്റി ഇപ്പോ ഹാൻഡ് ബാഗൊക്കെ ആയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്? അത് പിന്നെ ഫോണും മരുന്നൊക്കെ വെക്കാൻ ബാഗ് അതിനു വേണ്ടി എടുത്തതാ. ഓ അങ്ങനെ, ഇപ്പൊ മനസ്സിലായി. എങ്കിൽ പിന്നെ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ആന്റി എനിക്ക് നല്ല തലവേദന. ആന്റി എനിക്കൊരു കോഫി ഉണ്ടാക്കി തരൂ? അതിനെന്താ, എങ്കിൽ പിന്നെ ഞാൻ പോയി കോഫി ഉണ്ടാക്കിക്കൊണ്ടുവരാം, അതിനുശേഷം ഡ്രസ്സ് മാറാം. ആന്റി അതെ, കോഫി ആയിട്ട് വരുമ്പോ തലയിൽ ക്യാപ്പും മുഖത്ത് മാസ്കും ഒന്നും വെക്കണ്ട, കേട്ടില്ല? ഒരു ഹെയർ ക്യാപ്പും ഫേസ് മാസ്കും എടുത്തു വെച്ചാൽ ഒരുപക്ഷെ CKCക്ക് നിർമ്മലയെ മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ എങ്ങനെ വേഷം കെട്ടിയാലും എനിക്ക് നിർമ്മലാന്റിയെ തിരിച്ചറിയാൻ പറ്റും. കോഫിയും കൊണ്ട് CKCയുടെ മുറിയിൽ വരുമ്പോ മുഖവും മുടിയും മാത്രമേ ആന്റി മറച്ചുള്ളൂ. എനിക്ക് പക്ഷെ ആന്റിയെ തിരിച്ചറിയാൻ പാകത്തിൽ ഒരുപാട് അടയാളങ്ങൾ ആന്റിയിലുണ്ടായിരുന്നു. ഈ സാരി, കയ്യിലെ വളകൾ, വിരലിലെ മോതിരം, കമ്മൽ, ചെരുപ്പ്, ഇത്രയൊക്കെ പോരെ ആന്റി എനിക്ക് ആന്റിയെ തിരിച്ചറിയാൻ? ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ വേറൊരാൾക്കുണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആന്റി ഉണ്ടാക്കുന്ന കോഫിയുടെ രുചി മറ്റൊരാൾക്കും അത് സ്വന്തമാക്കാൻ പറ്റില്ല ആന്റി. ആദ്യ കവിള് കുടിച്ചപ്പോഴേ ആ കൈപുണ്യം മണത്തു ഞാൻ ആ കോഫിയിൽ. എന്തിനാ CKCയുടെ ഓഫീസിൽ ആന്റി ജോലിക്ക് പോയത്? എന്താ ആന്റിയുടെ ഉദ്ദേശം? ഗൗതമിന്റെ അമ്മ നിത്യച്ചെലവിന് ഗതിയില്ലാതെ CKCയുടെ ഓഫീസിൽ ജോലി കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പം ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലും CKCയുടെ ദയക്കായി നിർമ്മല കാത്തു നിൽക്കുമെന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ ആന്റി CKCയുടെ ഓഫീസിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാളെ അങ്ങ് തീർത്ത് കളയാൻ വേണ്ടി തന്നെയാണ്, ശരിയല്ലേ? എന്തിനാ ആന്റി ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അതിലെ അപകടം എത്രത്തോളം ആണെന്ന് വല്ല ഊഹമുണ്ടോ ആന്റിക്ക്? അവനങ്ങ് ചത്ത എനിക്ക് ചിലപ്പോ ജയിലിൽ പോകേണ്ടി വരുമായിരിക്കും. എന്നാലും എന്റെ മോന് സമാധാനം കിട്ടുമല്ലോ, അത്ര മതി എനിക്ക്. ഞാൻ തത്തയ്ക്ക് ബുദ്ധി ഓതുന്നത് പോലെ എന്തൊക്കെ പറഞ്ഞു എന്നതാണ് ആന്റിക്ക്. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ആന്റി അയാളുടെ പുറകെ തന്നെ പോയി അല്ലേ? എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. ഇതുവരെ അയാളെ ഒന്നും ചെയ്യാൻ ആന്റിക്ക് തോന്നിയില്ലല്ലോ. ആര് പറഞ്ഞു തോന്നിയില്ലെന്ന്? കെണി ഒരുക്കിയതാ ഞാൻ അവന്, ഒന്നല്ല 2 തവണ. തലനാരി ഒഴുക്കി രക്ഷപ്പെട്ടു പോയി അവൻ. ദൈവമേ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? പ്രണവ് ഇപ്പൊ അയാളുടെ കസ്റ്റഡിയിലാ, ഗൗതം ജയിലിലും. CKCക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആന്റിയും കൂടി അകത്താവും. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോറി മോളെ, ഇനി ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല.
അല്ല, നീ എന്തിനാ CKC കാണാൻ വന്നത്? എന്റെയും ലക്ഷ്യം CKC തന്നെയാ. അയാളുടെ മുറിയിൽ ഒരു മൈക്ക് ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാ ഞാൻ അവിടെ വന്നത്. എന്നിട്ടത് ചെയ്തോ നീ? ഞാൻ വന്ന കാര്യം കൃത്യമായി ചെയ്തു.